ഗുഡ് മോർണിംഗ്. ഇന്ന് മോളുടെ ഫസ്റ്റ് സ്കൂൾ ഡേ ആണ് കേട്ടോ. LKG ഫസ്റ്റായിട്ട് സ്കൂളിൽ പോവാണ്. ഇന്ന് നമുക്ക് മീറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ പാരൻസിൻ്റെ കൂടെ പോയി ഉച്ചയോടുകൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ കാലത്ത് ഒരു 5:30 എഴുന്നേറ്റ് കുറേ നാളായി ഈ 5:30 കണ്ടിട്ട്. നല്ല മഴയുണ്ടായിരുന്നു. വേഗം ഫ്രഷായിട്ട് വന്നു. വേഗം തന്നെ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ച്, രാത്രി നമ്മൾ തുടച്ചൊക്കെ ഇട്ടതാണ്. എന്നിരുന്നാലും കാലത്ത് എഴുന്നേറ്റ് ഒന്നും കൂടി നമ്മളൊന്ന് തുടയ്ക്കും. അവിടെ ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ പല്ലിയോ പാറ്റയോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ തലേദിവസം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാനായിട്ട്. അപ്പോൾ വേഗം നമ്മൾ 3 പേരുടെ ബോട്ടിൽ ഒഴിക്കാൻ കേട്ടോ. രണ്ടാമത്തെ ആൾ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. മൂന്നാമത്തെ ആളും ബോട്ടിൽ തന്നെയാണ് കുടിക്കുക. ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ ബോട്ടിൽ കൊടുക്കും വെള്ളം. നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ അറിയാൻ പറ്റുമല്ലോ കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ 3 പേരുടെ ബോട്ടിലാക്കി ഞാനതവിടെ എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ഇന്നത്തേക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ചൂടാക്കി ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണം. ഗോതമ്പ് ദോശയും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് അത് നല്ല കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒന്ന് ഞാൻ കറക്കിയെടുക്കും, നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. അവസാനമാണ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് സോഫ്റ്റ് ആയിക്കോളും. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും പറയും ഗോതമ്പ് ദോശ കഴിക്കാൻ ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറയും ഏറ്റവും നല്ലത് ഗോതമ്പ് ദോശയാണ്. അത് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിരിക്കും, നമുക്കും സിമ്പിളായിരിക്കും, കഴിക്കുന്നവർക്കും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ വെള്ളവും ഇച്ചിരി പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് വെറുതെ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷം കഴിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മോനെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനൊരു ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. എന്നിരുന്നാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ആപ്പിൾ കൊടുത്തു വിട്ടു അവന്. ഞാൻ അതൊക്കെ വേഗം റെഡിയാക്കി അവൻ്റെ ആ ടിഫിൻ ബോക്സ് മാറ്റി വയ്ക്കുക. മോൾക്ക് ഇന്നൊന്നും കൊണ്ടുപോകണ്ട, ഇന്ന് നമ്മുടെ കൂടെ പോയി നമ്മുടെ കൂടെ തന്നെ തിരിച്ചു വരും. ഗോതമ്പിൻ്റെ മാവ് ഞാൻ അടിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ദോശ, അവരെല്ലാവരും വരണേക്കാൾ മുന്നേ ഞാൻ കുറച്ച് ദോശ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. 2-3 ദോശ ഉണ്ടാക്കി വെക്കുകയാണ്, പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ദോശയൊക്കെ ഞാൻ 2-3 ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ചൂട്ടോടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ചു. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര കട്ടി കുറഞ്ഞ് നൈസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഏകദേശം നെയ് റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ വരും. അതിനുശേഷം ഞാൻ മോളെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 9 മണിക്കാണ് വിളിക്കാറ്. ഇന്നിപ്പോൾ ഒരു 7 മണിയൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ മക്കളെ എണിപ്പിക്കുമ്പോൾ ആദ്യം സൺലൈറ്റ് കിട്ടുന്ന പോലെ, അവരുടെ മുഖത്തിലേക്ക് വെളിച്ചം വരണ പോലെ നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിടാം. പരമാവധി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലൈറ്റ് ഇടാം. എന്നിട്ട് വെളിച്ചം അവരുടെ മുഖത്തേക്ക് വരണ പോലെയാക്കി അവരൊന്നും കൂടി ഫ്രഷ് ആവും. അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒന്ന് അടുത്തേക്ക് ചേർത്ത് പിടിക്കുക. അടുത്തേക്ക് ഒന്ന് ചേർത്ത് കെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞ് അവരോട് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൊടുക്കുക എഴുന്നേറ്റ വഴിക്ക്. അപ്പോൾ ഒരു കരയില്ല കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ അവരിങ്ങനെ കരഞ്ഞെഴുന്നേൽക്കുക, വാശി പിടിക്കുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ അവരെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളെ ഞാൻ ഇതാക്കാണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോകണം, നമ്മളെ പുതിയ സ്കൂളിൽ പോവാണ്, പുതിയ ഡ്രസ്സ് ഇടണം, ബാഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ആൾ ഓക്കെ, ആ മൈൻഡൊക്കെ ഒന്ന് മാറി സെറ്റ്. എല്ലാ ദിവസവും നമ്മൾ മക്കളെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ കരയോ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ട്രൈ ചെയ്യാറുള്ള ട്രിക്കാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ അമ്മ ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞു. ആൾക്ക് മടിയൊന്നുമില്ല. 2 വയസ്സ് തൊട്ട് പോകാൻ തുടങ്ങിയത് പ്ലേ സ്കൂളിൽ. അപ്പോൾ ആളെ ഓക്കെ പറഞ്ഞ് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം ആളെ ഫ്രഷ് ആക്കി എടുത്തു. അതിന് ശേഷം ഞാൻ ദോശ കൊടുക്കുകയാണ് കേട്ടോ 3 പേർക്കും. 3 പേര് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഒരു ആഗ്രഹം അപ്പ വാരി തരണമെന്ന്. അപ്പോൾ അപ്പേരെ മടിയിലിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൂടെ ഇരുന്ന് ഞാനും കഴിക്കുകയാണ് കേട്ടോ പോകുന്ന സമയത്ത്. അപ്പോൾ വേഗം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 പേരും കൊണ്ട് സ്കൂളിൽ പോകാമല്ലോ. പോണ വഴിക്ക് പ്ലേ സ്കൂളിലുള്ള മോനെ ഇറക്കണം. താഴെ മോളെ നമ്മൾ കയ്യിലുണ്ടാവും. പിന്നെ മൂത്ത മോൾ നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കൂടെ വരും. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഞാനിങ്ങനെ കഴിച്ച് വേഗം റെഡിയായി. ഞാനും ഫ്രഷായി ഒന്നും കൂടി ഡ്രസ്സൊക്കെ മാറി ഓക്കെ ആയിട്ടോ. എന്നിട്ട് നമ്മൾ പുറത്ത് വന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. ഒരു നല്ലൊരു ഫ്രഷ്നെസ്സാണ്. നമ്മൾ മോർണിംഗ് തന്നെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ ഫ്രഷായി മക്കളെയൊക്കെ കൊണ്ടിങ്ങനെ ഇത്രയും നേരത്തെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകണം. അതിന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 7 മണിക്ക് വണ്ടി വരും.
ഏകദേശം 2 മണിയോടുകൂടി ആൾ വീട്ടിലെത്തും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സുന്ദര കുട്ടപ്പനായി പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. സ്കൂളിൽ പോയി അവിടെ എത്തി. 2 പേർക്കും മടിയൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകാൻ. കരയേ ഞാൻ പോകണില്ല എന്ന് പറയേ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള മടിയൊന്നുമില്ല. 2 പേരും പെർഫെക്റ്റാണ്. ചെറുതിലേ തൊട്ട് സ്കൂളിൽ പോയിരുന്നുകൊണ്ടായിരിക്കണം, 2 വയസ്സ് തൊട്ട് പോയി തുടങ്ങിയതുകൊണ്ടായിരിക്കണം ആൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. അങ്ങനെ 2 പേരും ബാഗൊക്കെ ഇട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ആൾ ഏകദേശം ഒരാഴ്ചയായി പോയി തുടങ്ങിയിട്ട്. അങ്ങനെ ആൾക്ക് വണ്ടി വരും, ആളെ കൊണ്ടുപോകും. ഇന്നിപ്പോൾ നമ്മളവിടെ സ്കൂളിൽ കൊണ്ട് ഇറക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ ഇച്ചിരി നേരത്തെ ചെയ്തുകൊണ്ട് ആളെയും കൂടി എടുത്തു. നമ്മൾ സ്കൂളിലെത്തി അവർ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തു. ശരിക്കും ഇച്ചിരി ഒരു നാണൊക്കെ ഉണ്ടായിരുന്നു, പുതിയ സ്കൂള് പുതിയ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ UKG കുട്ടികളാണ്, LKGക്കാണ് സാറ് പോകുന്നത്. UKG കുട്ടികളാണ് ആങ്കർ ചെയ്തതും അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്തത്. ഇതാണ് കേട്ടോ സാറേരെ ക്ലാസ് മിസ്സ്. എല്ലാവർക്കും മെഴുകുതിരിയൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൈഡർമാൻ പോകുന്നുണ്ട് കേട്ടോ. സ്പൈഡർമാൻ പോകുമ്പോൾ മക്കളൊക്കെ എല്ലാ മക്കളും നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഒരു സന്തോഷം അവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ. പിന്നെ ചേട്ടൻ്റെ കൊച്ചും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആളെ കണ്ടു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഫോട്ടോ വെച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, സീ യു.